നമസ്കാരം. 2025 എന്ന വർഷം തുടങ്ങാൻ ഇനി അധികം സമയമില്ല. ഓരോ വർഷവും ഓരോ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിവിധ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഈ 2025 ചില നക്ഷത്രക്കാർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അവർക്ക് ജീവിതത്തിൽ ഒരു നല്ല നിലയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. അപ്പോൾ 2025 വരുമ്പോൾ ഇനിയിപ്പോൾ ഡിസംബർ മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2025 തുടങ്ങുകയാണ്. 2025 തുടങ്ങുമ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ ലഭിക്കുന്നത്, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ നക്ഷത്രക്കാരും ഓരോ വർഷവും പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും നേട്ടങ്ങളിലൂടെയും സൗഭാഗ്യങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ചില നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില നക്ഷത്രങ്ങൾ വലിയ ഉന്നതിയിലേക്ക് പോവുകയാണ് 2025. അവർ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത്തരത്തിലുള്ള നക്ഷത്രക്കാര് വീട്ടിൽ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരുകയും നല്ല ഫലപ്രാപ്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 2025 ഇനി വളരെ കുറവ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പുതുവർഷം ശുഭഫലങ്ങളോടെ തങ്ങളെ തേടിയെത്തണം എന്നായിരിക്കും ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ, അല്ലേ? പലർക്കും പല ആഗ്രഹങ്ങളും കാണും. എന്നാൽ പൊതുവായി മിക്കവാറും പേർ ആഗ്രഹിക്കുന്ന ഒന്നാണ് ധനഭാഗ്യം എന്ന് പറയുന്നത്. പുതുവർഷം തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക ആൾക്കാരും. ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകാം. നാം ജോലി ചെയ്യുന്നതിൻ്റെ ആത്യന്തിക ഉദ്ദേശം എന്ന് പറയുന്നത് ധനം എന്നൊരു പ്രധാന കാര്യം കൂടിയാണ്. ധനം ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാം. അപ്പോൾ നമ്മൾ ജ്യോതിഷപ്രകാരം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് പുതുവർഷം ധനയോഗം പറയുന്നുണ്ട്. ഏതെല്ലാം നാളുകളാണ് ഇതിൽ പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യ നക്ഷത്രം വരുന്നത് അശ്വതിയാണ്. ഇവർക്ക് പൊതുവെ നല്ല ഫലമാണ് പുതുവർഷം പറയുന്നത്. അവർക്കുണ്ടാകാൻ പോകുന്ന പ്രധാന യോഗങ്ങളിൽ പെടുന്ന ഒന്നാണ് ധനയോഗം. കുറച്ച് നാളുകളായിട്ട് അശ്വതി നക്ഷത്രക്കാർ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് 2025 അവർ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടാൻ പോവുകയാണ്. ധനയോഗം അവർക്ക് ഉണ്ടാവാൻ പോവുകയാണ്. സാമ്പത്തികമായ ഉന്നതി ഈ നാളുകാർക്ക് ബലമായിട്ട് പറയുന്നു. ധനലാഭവും വസ്തുലാഭവും ഒക്കെ ബലമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ്. ഭരണിക്കും പുതുവർഷം സമ്പന്ന ഭാഗ്യം കൊണ്ടുതരും എന്നാണ് പറയുന്നത്. ധനയോഗം ഇവരുടെ ബലമായിട്ട് പറയുന്നുണ്ട്. ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും, ധനം വന്നു ചേരും. ഇതിനാൽ തന്നെ പ്രയാസം കൂടാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്കും ഭരണി നക്ഷത്രക്കാർക്കും 2025 ധനയോഗമുണ്ട്. ഏറെ നാളായിട്ട് വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കടമൊക്കെ തീർത്ത് ഒന്ന് സമാധാനത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭരണി നക്ഷത്രക്കാരും അശ്വതി നക്ഷത്രക്കാരും ഒക്കെ സന്തോഷിച്ചോളൂ. നിങ്ങൾക്ക് ജനുവരി മുതൽ 2025 മുതൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ധനയോഗം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു. അടുത്തതായി പുതുവർഷം ധനഭാഗ്യം വരുന്ന ഒരു നക്ഷത്രം കാർത്തികയാണ്. ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു കാലമാണ് 2025. കുറേയധികം പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ ഇവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുക, സാമ്പത്തികമായി വളരെ പ്രയാസം, ഇതൊക്കെ മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനം വരുന്ന ഒരു
അവസരം ഉണ്ടാവുകയാണ് കാർത്തിക നക്ഷത്രക്കാർക്കും 2025. പുതുവർഷം ഈ നാളുകാരെ തേടി ധനയോഗം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്കും പുതുവർഷം ധനയോഗ ഭാഗ്യം വരുന്ന വർഷം തന്നെയാണ്. സാമ്പത്തികമായി ഉന്നതിയിലെത്താൻ ഈ നാളുകാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ഇത്. പല രീതിയിലും ഇവരെ തേടി സമ്പത്ത് വന്നു ചേരും. അപ്പോൾ തീർച്ചയായിട്ടും കാർത്തികയും രോഹിണി നക്ഷത്രക്കാരും 2025 ധനയോഗം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ പെടുന്നു. അടുത്തത് പുണർദം നക്ഷത്രമാണ്. ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്ന ധനഭാഗ്യം വന്നു ചേരുന്ന അടുത്ത നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. ഇവർക്കും പുതുവർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല കാലം വന്നു ചേരുന്നതായിട്ടാണ് ജ്യോതിഷപ്രകാരം കാണുന്നത്. ഇവർക്ക് എല്ലാവിധ ഉയർച്ചയും വന്നു ചേരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കുറേ നാളായി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറി സമ്പൽ സമൃദ്ധി ഉണ്ടായി സൗഭാഗ്യങ്ങളോടുകൂടി ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നാളുകാർക്കും പുതുവർഷം ധനാഭിവൃദ്ധി ഫലമായിട്ട് പറയുന്നുണ്ട്. പല രീതികളിലും ഇവർക്ക് ധനഭാഗ്യം വന്നു ചേരും. പുതുവർഷം പൊതുവെ ധനഭാഗ്യം വന്നു ചേരുന്ന വർഷമാണ് ഇത്. എല്ലാവിധ ഉയർച്ചയും ഈ നാളുകാർക്ക് ഫലമായിട്ട് പറയുന്നുണ്ട്. ഇതുവരെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരുടെയും മാറും. എല്ലാ പ്രശ്നങ്ങളും മാറും. സമ്പത്താണല്ലോ മനുഷ്യന്റെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് സമ്പത്താണ്. ധനം വന്നു ചേരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് പൂയം നക്ഷത്രക്കാർക്കും ഉള്ളത്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നാളുകാരെയും 2025 ധനദേവത കനിഞ്ഞനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. ഇവർക്കും ഏറെ ഉയർച്ചയും ഭാഗ്യവുമൊക്കെ ജ്യോതിഷപ്രകാരം പറയുന്നുണ്ട്. സമ്പത്തിന് വലിയ തോതിൽ വർധനവ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. ഇവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടും. സ്ഥലം വാങ്ങാനോ വാഹനം വാങ്ങാനോ സ്വർണം വാങ്ങാനോ മറ്റ് നിക്ഷേപങ്ങൾ നടത്താനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സമയമാണ്. നിങ്ങളിലേക്ക് ധനം വന്നു ചേരുന്ന ഒരു വർഷമാണ് 2025. ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണ് ഇപ്പോഴെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ബിസിനസ്സുകളിൽ നിന്നോ മറ്റ് പല വഴികളിൽ നിന്നോ ഒക്കെ ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. ഉത്രം നാളുകാരും ഇതേപോലെ പുതുവർഷത്തിൽ ധനം വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ്. ഇവർക്കും ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു കാലമാണ് ഉത്രം നക്ഷത്രക്കാർക്കും പുതുവർഷം 2025. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കാലമാണ് ഇവർക്കൊക്കെ. അതുകൊണ്ട് ഇവരുടെ ജീവിത നിലവാരം തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറും. കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തി കിട്ടുന്ന ഒരു വർഷമാണ് 2025. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ഇവർക്ക് നാൾഫലം അനുസരിച്ച് ധനഭാഗ്യം കൊണ്ടാണ് പുതുവർഷം വരുന്നത്. ഇവരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. കുറേ നാളുകളായി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയം വരുന്നു. 2025 ഇവരെ സംബന്ധിച്ച് ധനവും കൊണ്ടാണ് വരുന്നത്. നല്ല രീതിയിൽ ധനഭാഗ്യം ചതയം നക്ഷത്രക്കാർക്കും ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്ന സർവ ഐശ്വര്യങ്ങളും വരുന്ന ഒരു കാലമാണ് ഇത്. ധനപരമായി ഏറെ ഉയർച്ചയുണ്ടാകുന്ന പുതുവർഷമാണ് ഈ ഫലമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് വലിയ രീതിയിൽ ധനഫലം ഉണ്ടാകും. ബാക്കിയുള്ള നക്ഷത്രക്കാരൊന്നും മോശമാണ്, അവർക്ക് 2025 വളരെ കഷ്ടപ്പാടാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ബാക്കി നക്ഷത്രക്കാരെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ധനഭാഗ്യം കൂടുതലാണ്, ധനയോഗം കൂടുതലാണ്. ഇവർക്ക് പല വഴികളിൽ നിന്ന് പണം വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഇവർക്ക് ഈ 2025 അനുഭവിക്കേണ്ടി വരില്ല.
അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മുക്തി നേടും. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇവർ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ ആയിരിക്കും. ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരിക്കാം, ഇതൊക്കെ എപ്പോഴാണ് ഒന്ന് ശരിയായി കിട്ടുക. അതൊക്കെ ശരിയായി കിട്ടാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാര് 2025 ധനഭാഗ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ധനഭാഗ്യമുണ്ട്, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ഒന്നും നടക്കില്ല. നല്ല രീതിയിൽ പ്രയത്നിക്കണം, കഠിനാധ്വാനം ചെയ്യണം, അവനവൻ്റെ ജോലി ചെയ്ത് തീർക്കണം. ഈശ്വര വിശ്വാസം വേണം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ തടസ്സങ്ങളൊക്കെ നീങ്ങി ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ 2025 തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓം നമഃ ശിവായ. എല്ലാവർക്കും നല്ലത് വരട്ടെ.